കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. രാമനാട്ടുകരയിലെ കുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങൾ നൽകും AK അഭിലാഷ്, എപ്പോഴാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്? എന്താണ് സംഭവിച്ചത്? ശ്രുതി, ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 കൂടിയാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കുട്ടി ഈ ഫറൂഖ് കോളേജിന് സമീപത്തെ അച്ചൻ കുളത്തിൽ കുളിച്ചത്. ഇതിനുശേഷം രോഗം ഗുരുതരമായതോടുകൂടി കഴിഞ്ഞ 24-ാം തീയതി മുതൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക ഗ്രൂപ്പിനെ തന്നെ രൂപീകരിച്ചതിന് ശേഷമായിരുന്നു ചികിത്സ നടത്തിയത്. പക്ഷേ കുട്ടി ഇന്നലെ രാത്രിയോട് കൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചായിട്ട് കുട്ടി മരിച്ചത്. ഇതിനു മുമ്പ് 2 കുട്ടികൾ കൂടി, അതായത് കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ 2 കുട്ടികൾ കൂടി നേരത്തെ മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില 2 കുട്ടികൾക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയായിരുന്നു കുട്ടിയെ ചികിത്സിപ്പിച്ചത്. ഏതായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇതിന് വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ബാധിച്ച ആളുകൾക്ക് വീണ്ടും ഇത്തരത്തിൽ രോഗം വരുന്ന സാഹചര്യത്തിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയൊക്കെ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനില അതിഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ കുട്ടി മരണം സംഭവിച്ചു. ശ്രുതി, കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരനാണ് മരിച്ചത്. ഫറോക്ക് സ്വദേശി മൃദുൽ ആണ് മരിച്ചത്. രാമനാട്ടുകരയിലെ കുളത്തിൽ കുളിച്ച ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി മൃദുൽ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം.